ഹായ് 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 ചെയ്യുമ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ, ഓ ചങ്ങന്മാരെ, അപ്പോൾ സ്കൂളിൽ തന്നെയാണ്. അല്ലടാ, പോയില്ല, അവിടുന്ന് പോകാൻ വേണ്ടി പറ്റിയില്ല, അങ്ങനെയാണ് പറയാം. ഫുള്ള് റെസ്റ്റിലാണ്. അപ്പോൾ ഇന്നലെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്തില്ല. ഇന്നലെയൊക്കെ ഫുള്ളായിട്ട് ഇവിടെ തന്നെ ഇരുന്നു. മിനിഞ്ഞാന്ന് വീഡിയോ ഷൂട്ട് ചെയ്തില്ല അല്ലേ. അങ്ങനെയൊക്കെയാണ്. കാരണം ഇവിടെ സ്കൂൾ തുടങ്ങി, അപ്പോൾ സാർമാരും ബിസിയായി. എല്ലാവരും ഞങ്ങളും തന്നെ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അറിയാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്താ പറയുക, ഇന്നേക്ക് അടക്കം ഇവിടെ 5ാമത്തെ ദിവസമാണ് ഞങ്ങൾ. അതായത് 6ാമത്തെ രാത്രി വരികയാണ്, 5ാമത്തെ പകലാണ്. 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ്. വണ്ടി അന്ന് കയറ്റിയിട്ടതാണ് നമ്മൾ ഇങ്ങോട്ടേക്ക്. വണ്ടി എടുത്തില്ല. നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ വണ്ടിനെ ഒന്ന് പുറത്തിറക്കണം. പുറത്തിറക്കിയിട്ട് ഇവിടെ വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്, പൈപ്പും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകാൻ വേണ്ടി പറ്റും. നമ്മളിതുവരെ അത്രയും പൊടിയുള്ള ഏരിയകളൊക്കെ പോയിട്ട് നമ്മൾ ഇതുവരെ നമ്മുടെ വണ്ടീനെ നമ്മൾ എന്താക്കിയില്ല, ഉള്ളൊന്ന് കഴുകി അല്ലേ, ഒന്ന് തുടച്ചെടുത്തിരുന്നു നമ്മൾ. പക്ഷേ ഇതിന് പൊടി ഉണ്ടാവും. വണ്ടി എടുക്കല്ലടാ, എന്നാൽ ഈ ക്യാമറ പിടി, ഞാൻ സ്റ്റാർട്ടാക്കി നോക്കട്ടെ. അതായത് 5 ദിവസമായി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടാ. ഇനി നാളത്തെ പ്രശ്നം ഉണ്ടാകാവോ ജൈനറേ, എന്താ അവസ്ഥ? അടിക്കണ സ്റ്റാർട്ടായി. ഒരു 5 മിനിറ്റ് നിൽക്കട്ടെടാ. സ്റ്റാർട്ടിങ്ങിലേ തൊട്ടിട്ടില്ലല്ലോ ഇതുവരെ. കുറച്ച് ചൂടായിക്കോട്ടെ. പോകെ എന്താ അവസ്ഥ? വെള്ളം പുക കുഴപ്പമില്ല. കൂമനാ വരുന്നു. കൂമന് പാർക്കി ഗാർഡന് ഇപ്പം എന്നാ വന്നത്? ഗാർഡന് വേണ്ട, വീഡിയോ എടുക്കണ്ട. തുടങ്ങല്ലോ, തുടങ്ങാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയണ ഇങ്ങനത്തെ ഒരു വീഡിയോ. നമ്മൾ എടുക്കും പുറത്തേക്കൊന്നും പോകണില്ല. പോകണതിൻ്റെ മുന്നേ വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് കഴുകാം. ഉള്ളു ഇതിലത്തെ പൊടി തന്നെ നോക്കാം. എന്നാടാ ഇതൊന്ന് കഴുകണേ. അപ്പോൾ ഫ്രണ്ട് ഫുള്ള് വെള്ളം അടിച്ച് കഴുകണം. പിന്നെ ഇതിൽ വെള്ളം നനയാൻ പറ്റാത്ത നമ്മുടെ മൈക്കല്ലേ, മൈക്കാണ്. വെള്ളം നനയാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. നമുക്ക് ഡിക്കി ഷോക്കില്ലല്ലോ. ഇല്ല, അവിടെ എവിടെ പോയി ഞാൻ മുള ഉണ്ടായിരുന്നു. ആ പോയി പൊട്ടിച്ചാലാ? പൊട്ടിച്ചോണ്ട് പൊട്ടിച്ചല്ലേ? ഇത് മതിയാവൂലേ? മതിയാവും. ഇവിടെ കുറെ മുളയുണ്ട്. മുളക് മുട്ടും പറകൊക്കെ ഉണ്ട്. അതിൽ നിന്നും മുള കടത്തിന്ന് കേരള പോലീസ് പറയും. കാരണം എന്താ വെച്ചാലേ ഇത് നാടെത്തിക്കും. എത്തിക്കണം നമുക്ക്. ഇവരോട് ചോദിച്ചിട്ട് പോകണ്ടോ? അതെ, ഒരു ഡിക്കി ഷോക്ക് കംപ്ലൈന്റ് ആയിട്ട് അത് ഇതൊക്കെ തന്നെ ഞങ്ങളെ കാര്യം. സാറന്മാരൊക്കെ വരുന്നതിന് മുന്നേ ഇന്ന് അവധിയാണ്. നാളെ ആണെങ്കിൽ നാളെയും പറ്റും അല്ലേ? തുറന്നു തരാം അങ്ങനെ. ഓക്കെ. ഓയ്യോ മോനെ, ഏട്ടാ ഓവറായോ? അങ്ങനെ വെച്ച പണിയാകുമോ? നേരത്തെ സ്ലിപ്പാകുക? ഇല്ല, വിചാരിച്ചോണ്ട് കാര്യമുണ്ടോ? എനിക്ക് ഈ നൃത്തത്തിന് അത്ര വിശ്വാസികത ഇല്ല ഇല്ലെന്നെ. അപ്പോൾ ഏത് സൈഡാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? ഏത് സൈഡായാലും അങ്ങനെ തന്നെ ആവില്ലടാ. ആണോ? ഓക്കെ ആണോ? എന്നാ പിന്നെ ഓരോ സാധനങ്ങൾ എടുത്താ. ഗ്യാസ് നമ്മൾക്ക് കുക്കിങ്ങിനൊന്നും ഗ്യാസ് ചിലവൊന്നുമില്ല. അടുപ്പൊക്കെ അന്ന് ഈ കാലം ഉണ്ടാകണ കാണിച്ചു തരാം. ബെഡിന്റെ അവസ്ഥ കുറച്ച് മോശമാക്കാം. ഇതിലിപ്പോൾ ചായ ഉണ്ട്. ചായ എന്നത്തെ ചായ? 5 ദിവസം മുന്നത്തെ ചായയാണത്. എന്താണ് ചായ ഉണ്ട്? നമ്മളന്ന് വൈകിട്ട് ചായ കുടിച്ചില്ലല്ലോ. ചായ ചായ ചിന്ത അത് നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്തിട്ട്. ഇതെന്താ ഇത്? ഈ പൊതിയിലാണ് നമ്മളുടെ, അതായത് രാവിലെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാറ്. ബ്രെഡ് ഇനി പറ്റില്ല.
പിന്നെ റസ്ക് ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് അല്ലേ. ബിസ്ക്കറ്റ് റസ്ക്കും കുഴപ്പമുണ്ടാവില്ല. അത് എടുക്കണമെങ്കിൽ എടുത്താൽ മതി. നമ്മളെന്തായാലും നമ്മളെ കഴിക്കൊന്നുമില്ല, സാറന്മാരൊക്കെ കഴിക്കില്ല. കാരണം അവരിതൊന്നും വാങ്ങിക്കണേ ഞാൻ കാണില്ല, മനസ്സിലായോ. അത് നല്ല എന്താ പറയാ, സാധാരണ നമ്മളെ നാട്ടിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ടാക്കി കഴിക്കുന്ന പോലെ. വെള്ള പൈപ്പേ നമുക്കിവിടെ കൊണ്ടുപോയില്ല, ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരനാണ് അല്ലേ, നല്ലൊരാളാണ്. അത് കൊണ്ടുവച്ചോ. ടെൻ്റൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെ അല്ല. അതായത് അവിടെ ക്യാമറ ഉണ്ട്, ക്യാമറ. യൂസിങ് ഇല്ലാത്ത സാധനമാണ് ഇതൊക്കെ. കാറ്റ് തടവി, കാറ്റ് തടവ്. മൂപ്പര് കാർട്ടും ഇത് ചെയർ. ഓക്കെ പാവാണ്. നമ്മളുടെ അരിപ്പടുത്ത് വാങ്ങിയതല്ലേ, അതുകൊണ്ട് ഇപ്പോൾ അരി ഉണ്ട് അത്യാവശ്യം. വല നമ്മൾ അന്ന്, അതായത് പിന്നെ തണുപ്പിലായിട്ട് പിന്നെ നമ്മൾ ഇതുവരെ കയറി അത് ഉപയോഗിച്ചിട്ടില്ല. പൊടി പറഞ്ഞു നോക്കാൻ ഇഷ്ടം. ഈ പൊടി തിന്നല്ലേ നമ്മൾ ഈ കിടന്നുറങ്ങല്. നമ്മുടെ ക്യാമറൻ്റെ ബാഗല്ല വാങ്ങിയപ്പോൾ ഉണ്ടായതാ, ഇപ്പം അതിലൊന്നല്ല വെക്കല്. ഇൻവെർട്ടർ ഉണ്ട്, ഇൻവെർട്ടറാണ് ഇപ്പം നമുക്കൊരു തടസ്സമായിട്ടുള്ളത്. ഇൻവെർട്ടറിൻ്റെ വലിച്ചു പൊട്ടിച്ചാൽ മതിയടാ, വലിക്കേ അങ്ങനെ. അതെല്ലാം ഒന്നും കിട്ടൂല, കാരണം കുറേ നമ്മൾ അതിനായിട്ട് കിട്ടിയതല്ലേ. വലിച്ചു പൊട്ടിച്ചാൽ മതി. അങ്ങനെ തന്നെ. അത് ചെറിയൊരു കനല്ലാത്ത ഇതായതുകൊണ്ടേ ആ വലയും തന്നെ ഒന്ന് വെള്ളത്തിലിടണം നമ്മൾ, സർപ്പിൽ. പിന്നെ ഇനി നമ്മുടെ പാത്രങ്ങളൊന്നും അദ്ദേഹം വെച്ചോളാം. ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഒരു മാവിൻ്റെ ചോട്ടിൽ അതിന് തടം കെട്ടിയ ആ പടവുമ്മൂടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊന്നല്ല, നമ്മുടെ പാത്രങ്ങളൊക്കെ കുക്കർ സംഭവങ്ങളൊക്കെ മേലെ കിച്ചണിലാണ്. എന്തെങ്കിലും ആവശ്യം നല്ല കിലോ ഉണ്ടാവും ഇവിടെ. ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഒന്നരത്തരം വെയിറ്റ് വരാൻ കാരണം നമ്മൾ ഇതിൻ്റെ ബാറ്ററി ഉണ്ടായതുകൊണ്ട് ഒന്നരപ്പാടൊക്കെ. പിന്നെ ഈ വെള്ളമൊക്കെ മാറ്റണം കേട്ടോ മോനെ, മറക്കരുത് കേട്ടോ. എന്തൊക്കെ മറന്നാലും വെള്ളം എടുക്കാൻ മറക്കരുത്. പെട്രോൾ ഇത് എന്നത്തെയാണ് അറിയാം എനിക്ക്. എന്തൊക്കെ നോർമൽ, അത് ഏത് പെട്രോൾ പമ്പ് നടത്തുന്നു. ഇതൊരു നമ്മൾ നാഗാലാൻഡിലേക്ക് കയറില്ലേ, മോൺ വില്ലേജ് പോയില്ലേ, അതിന്റെ മുന്നേ ഉണ്ട്. ഇനി ഞാൻ ത്രിപുരക്ക് കയറുന്ന മുന്നേ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെ കൂടെ നമ്മൾ കൊടുങ്ങാണ്. ഇതെന്താ? സോപ്പ് പിടിച്ചോ. മാവ് പിടിച്ചു. എന്നുള്ള ഇതൊക്കെ തിരുമ്പാലാണ്. ചൂണ്ടൽ അല്ലേ? ചൂണ്ടൽ. ചെറുപ്പത്ത് വട്ടു വൃത്തിയാണല്ലേ. അത് കടന്നോട്ടെ. സോക്സൊക്കെ മേലെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നമ്മുടെ ഡ്രസ്സ് അലക്കാം. സോക്സ് കംപ്ലീറ്റ് എല്ലാ സാധനം അലക്കണം. ഇന്നോ നാളെ ആ ചെങ്ങായി ഇത് മുറുക്കിയില്ലല്ലേ. ശരിയാണ്. അങ്ങനെ എല്ലാ പണി എടുത്തല്ലേ. ഇവിടുത്തെ നെട്ടൊക്കെ പോയില്ല. ഇപ്പോൾ എന്താണ് ചില പണിയൊക്കെ നല്ല പണിയായിരുന്നു. ടൈറ്റ് ആക്കിയില്ലടാ, ടൈറ്റ് ആക്കിയില്ല. ഇതിപ്പോ വെളിച്ചെണ്ണ, ഇത് കാറ് എണ്ണയാണ്. നമുക്ക് ഇവിടെ വേസ്റ്റ് ഇടാം. പറ്റില്ല. ഇതിനകത്ത് ഇൻവെർട്ടർ ഉണ്ട്. ഇതുകൊണ്ട് ഇൻവെർട്ടറിനെ എടുക്കണം.
ബെഡിന് കട്ടിലിനടുത്താണ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞ മൊത്തത്തിൽ പടമായി ഇത് ഉണ്ടാ. പിന്നെ ഇവിടെ പൊട്ടി, ഇതിൻ്റെ സൈഡാണ് ഇവിടെ പൊട്ടിയിരിക്കണേ. ഒരു എന്താ പറയുക, കഷ്ടിച്ചിങ്ങനെ കുറച്ച് ദിവസം കൂടി കടന്നുറങ്ങാൻ തന്നെ ഉള്ളൂ. ഒരു തട്ടുകൂട്ട് പണി പോരല്ലോ നമ്മൾ പോന്നിക്കണേ. ഒരു കാര്യം ചെയ്യോ, അല്ലെങ്കിൽ ഇത് കൂടി, അതായത് ഇവിടുത്തെ സ്ക്രൂ പോയില്ലേ, അതൊക്കെ ഇത് ഈ കാലിട്ട് കാലിൻ്റെ ഒക്കെ ഒരാട്ടം ഉണ്ട്. ഉണ്ടോ ഉണ്ട്. ഇതിന് മാത്രല്ല, ഇത് നിലത്ത് തട്ടലില്ലോ ഉണ്ട്. നിർത്തം നിക്കണ്ടെന്നേ ഉള്ളൂല്ലേ. ഇതുമനൊക്കെയാണ് കടന്നുറങ്ങണത്. അതൊക്കെ കുത്തി കയറിയാണ്ടായ വല്ല പരിക്കുണ്ടാകുമോ? മീനെട്ടും ബോൾട്ടുകൾക്ക് വലിയ വിഷയമില്ല. ജോയിന്റ് കൊടുത്തതേ ജോയിന് കുഴപ്പമില്ല അല്ലേ? ഇതോ ഓക്കെ. ചെറിയ കേസ് അതിനുള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അതൊക്കെ മതി. ഇതൊക്കെ പാര കാണിക്കാനാ. കറക്റ്റിന് അല്ലേ കറക്റ്റിച്ചോ. ഇത് കാറ്റിട്ടിയാൽ അല്ലാത്തൻ്റെ പല്ലാളക്കിക്കണ് കാല് അതിനോടൊക്കെ കഴിഞ്ഞിട്ട്. ഈ സാധനത്തിന് ഇനി വേണ്ടെന്നുള്ള അഭിപ്രായമാണ്. അതിന് മാട്ട കവറ് മാട്ട അതോ. ഇതെന്താ ചെയ്യാടാ? ഇൻപൂനെ നനയാൻ വേണ്ടി പാടില്ല. അതിനുള്ളൊക്കെ വെള്ളടിച്ച് കഴിക്കണം. ആ ചെങ്ങ ഇത് മുറുക്കിയില്ലല്ലേ. ഞാനാ ശ്രദ്ധിച്ചതുമില്ല, ഒറ്റ ഞെട്ടില്ല ഒക്കെ പോയി. പിന്നെ ഇവിടെ ഉണ്ടാജി, ഇവിടെ 4 ഞെട്ടുണ്ടാവും. അതിലാകെ 2 ഇപ്പം നിലവിലുള്ളൂ. ഇവിടെ ഏതൊരു ഞെട്ട് കിടക്കണം? അവിടെ ഏതല്ലേ? ഇത് ഇതിൻ്റെയാണോ? അല്ല, ഇത് വേറെ ഏതൊരു ഞെട്ട് കിടക്കണം. ഏതായാലും ഇതൊന്നും മുറുക്കണം. ഞാനേ നമ്മളെ ഇതിൻ്റെ സ്പാൻഡർ എടുക്കും. ഒരു എത്ര 12-13 വർഷം. അങ്ങനെയെങ്കിൽ വെള്ളം കിട്ടിയല്ലേ? ഫുള്ള് പൊടിയാണ്, പൊടി. നമ്മളെ UPS അങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് പൊഞ്ഞ് വെച്ചിട്ട് ഊരി വെച്ചിട്ടില്ല. ഊരണമെങ്കിൽ കുറച്ച് പണിയാ. വെള്ളം ആകെ എന്താകോ അറിയില്ല. പാൻ്റ് ഒന്ന് മറക്കട്ടെടാ. ആകെ ചപ്പിളി പിടിക്കുക പോലെടാ. ആകെ ആട്ടക്കളിയായി, ആകെ ചളിയോട് കളി. ആ പേരമക്കൊന്നും വെള്ളമല്ല പോയത്. ഇതൊക്കെ നനഞ്ഞ എന്താകൊക്കെ അറിയാം. മുന്നിട്ട് ഇതാകെ കഷ്ടം. ചെരുപ്പൊക്കെ ആകെ ഒട്ടിന്ന് പറയാലോ. തുണി എടുക്കട്ടെ. വെള്ളത്തിലെ പവറാക്കാണ്ട് ഓടടങ്ങി. ഇങ്ങനെ കുളിച്ചത് ആദ്യമായിട്ട് കുറേ സർവീസാ.
എന്തൊക്കെ വർക്ക് ചെയ്യൂലെന്ന് കണ്ടറിയാം. അത് ശരിയാണല്ലേ. ഓഫാക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ നിന്ന് ആ ചളീന്നേ കുറച്ചുകൂടെ മാറ്റിട്ടു. ഇതെല്ലാം ഇങ്ങനെ മഴ പെയ്താ ഇതിന് നടക്കലാവോ? അതില്ലേ ഇവിടെ ആവൂല ഇപ്പൊ അങ്ങനെ കുറച്ചുകൂടി മാറ്റി മാറ്റി വെക്കുമോ? അത് നീ പറയും രാവിലെ നമുക്ക് എല്ലാം ഉണങ്ങൂല. അത് പഠിക്കാൻ കഴിഞ്ഞല്ലേ? വെള്ളടിച്ച് കഴിഞ്ഞാൽ വെള്ളടിക്കാന്നുള്ളതുള്ളൂ. ആ പൊടി ഉള്ളിലാണ് മെയിനായിട്ട്. അത് നന്നായിട്ടൊന്ന് വെള്ളടിച്ചിട്ട് അതാ ഈ ഡോറൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു. ഇപ്പം നല്ല ക്ലിയർ ഉണ്ട്. മറ്റേതേ ക്ലിയർ കുറവേനു. അപ്പം ഇതിലൊക്കെയാണ് മെയിനായിട്ട് പൊടി കയറി അടഞ്ഞു കിടക്കണ സ്ഥലം എന്ന് പറയുന്നത്. അതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ഇത് ഉള്ളിലൊന്ന് തുടക്കണം കേട്ടോ. മോനെ ഉള്ളൊന്ന് തുടച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ശരിയായത് കിട്ടുള്ളൂ. പുറത്തെ ക്ലിയർ മാത്രമേ ബോഡി ഉടച്ചില്ലല്ലോ. തുടച്ചതവിടെ ഒരു ക്ലിയർ വരുന്നില്ലല്ലോ. അതായത് ആദ്യം ഒന്നായിട്ടൊന്ന് വെള്ളം അടിച്ചിട്ട് കൈ കൊണ്ട് നിൽക്കണം. ഇവിടെ ചളിയായി, പറ്റ ചെളിയായി അവിടെ അല്ലേ. മഴ പെയ്തവരെ എങ്ങനെ നടക്കാൻ ഞാൻ അറിയിക്കണം. അപ്പം നമ്മുടെ വീടുമ്പിലൊക്കെ ആ മഴ പെയ്ത് ഫുൾ ടൈം ഇങ്ങനല്ലേ. എന്താ ഏതായാലും ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാനിലുള്ള വെള്ളമാണ്. ഈ വെള്ളം ഇനി കുടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തുടക്കുവാണ്. ഫ്രണ്ടൊക്കെ ഒന്ന് തുടച്ചു കേട്ടോ. ഇതൊക്കെ തുടച്ചപ്പോൾ തന്നെ ഒന്ന് വൃത്തിയായി വണ്ടി. പൊടിയാണ് നമുക്ക് ഉള്ളിൽ പുറഞ്ഞ എന്തായാലും പ്രശ്നമല്ല. നമുക്ക് ഉള്ളിലെ പൊടിയാണ് പോകുന്നത്. നന്നായിട്ട് വെള്ളം അടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വെള്ളം കൂട്ടി തുടച്ചാൽ ഒരുപാട് വെള്ളം അടിക്കാൻ വേണ്ടി പറ്റിയല്ല. കാരണം ആ ചാർജർ വെള്ളം കയറിയാൽ പോയി കിട്ടും. ഇത് വെള്ളം കയറിയാൽ അത് പോയി കിട്ടും. ആ ചാർജർ വെള്ളം കയറിയാൽ പോയി കിട്ടും. ആ ഫാന് വെള്ളം കയറിയാൽ പോയി കിട്ടും. ലൈറ്റുകൾ വെള്ളം കയറിയാൽ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വട്ടം വെള്ളം അടിക്കാൻ വേണ്ടി പറ്റില്ല. ഞാനിപ്പോൾ എന്നാൽ തന്നെ ഡിക്കിക്ക് വെള്ളം അടിച്ചിട്ടില്ല. അവിടെ ഞാൻ ശരിക്കും തുടച്ചിട്ടുണ്ട്. അങ്ങനെ മക്കളെ ഇവിടെ ഒരു ചളിക്കുണ്ടാക്കിയിരിക്കണം. അല്ല സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സ്കൂളിൽ ഇവിടെ മഴക്കാലം അല്ലേ? ആ മഴക്കാലം ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലേ, ഇപ്പൊ ഒറ്റ മഴ കിട്ടുമല്ലോ. അങ്ങനെ ഫുള്ളായിട്ട് മഴയായിട്ടുള്ള സംഭവമല്ല നമ്മളടുത്ത പോലെ. ആ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചളി വരാനുള്ള സാധ്യത ഇല്ല. ഇവിടെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഈ മഴ എന്ന് പറഞ്ഞാൽ ശരിക്കും മഴ പെയ്ത് കഴിഞ്ഞാലേ ഒരു ദിവസം ഒരു 2-3 മണിക്കൂർ നമ്മുടെ കേരളത്തിൽ പോകുന്ന പോലെ പെയ്താൽ പിന്നെ 2 ദിവസം വെള്ളത്തിലാവും. 2 ദിവസം സ്കൂൾ, ഒരു ദിവസം എന്തായാലും ലീവ് കൊടുക്കേണ്ടി വരും അല്ലേ? ഇത്ര വെള്ളം കയറും. നമ്മളവിടുത്തെ പൊട്ടിച്ചു വിടും. അങ്ങനെയല്ലാതെ പുറത്തേക്ക് അതിലെ പാടത്തേക്ക് വിടും അല്ലേ? മിക്കവാറും പൊളിച്ച സമയത്തായിരിക്കും മഴ ഉണ്ടാവും. ഒരു 2-3 മണിക്കെല്ലാം മഴ പെയ്താൽ ഏകദേശം 6-7 മണിയാകുമ്പോൾ നമുക്ക് വരും. അന്നേരം നമ്മൾ വണ്ടി വിടൂല. സ്കൂൾ ഇല്ലാന്ന് പറയും അല്ലേ? അന്നേരം ഈ തണുപ്പും ഉണ്ടാവും. ഈ തണുപ്പുണ്ടാവും. മഴ പെയ്യും. ഇപ്പത്തുള്ള ഈ തണുപ്പ് ഇതെന്താ കിട്ടണേ? ടൈറ്റ് ആയിക്കളാ. നാടത്തോളം കടന്നുറങ്ങണ്ടേ? വേറെ ഏതും ഇല്ലല്ലോ. 2 ആക്കിയോ? പിന്നെ ഇപ്പൊ പൊതുവേ ഉള്ള ആട്ടം പിടിച്ചലൊക്കെ ഇതിനുണ്ട്. അതായത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇതൊരു തട്ടിക്കുട്ട് പരിപാടിയാണ് ഞങ്ങളത്. ഇതങ്ങനെ തട്ടിക്കുട്ട് പരിപാടി. ഇത് ഞങ്ങളത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ബെഡാ. ആ ഒരു ബെഡാണ് ഞങ്ങൾ ഇങ്ങനെ ആക്കിയത്. ഓട്ടോറിക്ഷയിൽ അതെങ്ങനെ ഫോൾഡ് ചെയ്യണ മാതിരിയായിരുന്നു. പക്ഷേങ്കിൽ ഇതൊക്കെ വന്നാൽ പിന്നെ ഇതിങ്ങനെ ഒന്നായിട്ട് തന്നെ വെക്കാം. ഏതായാലും വണ്ടി സ്റ്റാർട്ടിങ്ങില്ല. ഇതിന്റെ മുകളിൽ മറ്റേ ബെഡ് വെക്കുമ്പോൾ ഇഞ്ചസാ ഇല്ല, തട്ടൂല. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗും കൂടിയും വരും. അറിയില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായില്ല ഇതുവരെ അല്ലേ? ഓട്ടോറിക്ഷയിലായിരുന്നു. ഇപ്പം ഇല്ല. സാറ് വേണ്ടിട്ട് അന്ത വീട്ടിൽ നല്ല ഇതിന്റെ വലുതാ വാങ്ങണം കരുതി. ഇതിന് എത്ര രൂപ കൊടുക്കാം സാറേ?
125 125 പോലെ അത്ര ഞങ്ങൾ 500 റുപ്യ സാധനമാണ് 600 റുപ്യ സാധനം. നമുക്ക് വഴിക്കടിങ്ങൾ ഉണ്ടാക്കുന്ന കാണും ഇവര് ഇതിന്റെ ഏത് ഭാഗം കളയാന്നല്ലേ അടിയല്ലേ എന്താ? അതായത് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോവാണ് ഞങ്ങൾ ഈ സാധനം. നമുക്ക് ഈ ഹൈറ്റ് മതി, ഇത്ര മതി. ഞാൻ നോക്കട്ടെ. അതൊക്കെ നമ്മളെ മുറുകി അതെന്താ സൈസ് ഒക്കുന്ന സാധനം കിട്ടുമോ? ആ സാറിന്റെ കയ്യില് ഒരു ടാപ്പ് എന്നിട്ടുണ്ട്. ബീഹാറാണല്ലോ. സാറിനാണെങ്കിൽ ഹോസ്റ്റലുണ്ട്. അപ്പോൾ സാറും കുട്ടികളും പിന്നെ അതുപോലെ തന്നെ വാർഡനൊക്കെ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമായിട്ട് ആരെങ്കിലേക്ക് ഇങ്ങോട്ട് തിരച്ച് കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മളെ ആളുകളാണ് വിശ്വസിക്കണം. അപ്പോൾ സാറിൻ്റെ കയ്യിൽ ജാതിയോ സാധനമുണ്ട്. മോളെ വന്ന ഒരടിങ്ങനെ അടിക്കുന്ന കാരണം അടിക്കട്ടെ. ഇന്ന തൊട്ടിട്ട് എൻ്റെ കുട്ടികളെ തൊടുള്ളൂ അല്ലേ? ഇവിടെ വന്നാ ഇവിടെയൊക്കെ വാ ചോദിക്കട്ടെ. ചോദിക്കട്ടെ. ഒന്നുമില്ല, അത് ഇതാണ് സാറ് കൊടുത്തത്. ഇതുണ്ടാവുന്ന കരുതി ഹൈറ്റ്. സാറ് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഇത് രാത്രിയല്ലേ, രാത്രി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ച് എടുത്തിപ്പോ എന്നാലും സൗണ്ട് കേൾക്കും. ഈ മതിലെല്ലാം കടന്ന് കയറി ഏതെങ്കിലും ഉള്ളിൽ കയറിയാല് കുട്ടികളെല്ലാം ഇല്ലല്ലേ, ആദ്യം ഒരു ആത്മരക്ഷക്ക് വേണ്ടി സ്വയരക്ഷ. കാരണം മക്കളെ സാറിന് വിശ്വസിച്ചിട്ടാണ് രക്ഷിതാക്കള് മാത്രല്ല സാറിന് മൊത്തത്തില് പിന്നെ സ്കൂളും ഹോസ്റ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ കൺട്രോളിലാണ് കാര്യങ്ങളൊക്കെ. ഗാർഡ് ഉണ്ടെങ്കിലും അയാൾ എഴുന്നേറ്റ് വരുമ്പോൾ സമയം എടുക്കും പ്രായരാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ട ആളല്ലേ വെള്ളമൊക്കെ വിട്ടന്ന് നേരത്തെ അങ്ങനെ ഹായ് ഒക്കെ കാണിച്ചില്ലേ, ഒരു കണ്ടു. അപ്പൊ ഇത് ഇത്രയും ഭാഗം നമ്മൾ മുറിച്ചു വേണം. നീളം കൊണ്ട് അറിയുമ്പോ ആ കട്ടിയിൽ വേണ്ടിയിരുന്നു. സാറിന്റെ കയ്യത്തെ മുളല്ലേ അതിന്റെ ആ പാകത്ത് നല്ല നീളം കൊണ്ടല്ല, വണ്ണം കൊണ്ട്. വണ്ണം കറക്റ്റാണ്. അതാ ഞാൻ ഉദ്ദേശിച്ചേ. പാളി പോവുകയാണ്. ഒരു കത്തി വാങ്ങിയോണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ടായെന്ന് അറിയാം. അതെ, ഞങ്ങൾ കപ്പ പറിക്കാൻ ഉപയോഗിക്കണ കത്തിയാണ്, ഇതുപോലത്തെ കേസിന് ഉപയോഗിക്കുന്ന കത്തിയാണ്. ഞങ്ങളുടെ അടുത്ത് കാര്യം ഇതേപോലത്തെ കേസായിട്ട് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യത്തോടെ വെക്കാം. ഞങ്ങൾക്ക് നേരിടാനുള്ള ആയുധമാണ് അതും ഇതും. ഇത് കുക്കൂനും ഇത് എനിക്കും. അതെ, അങ്ങനെയൊന്നും ഇല്ല, നമ്മള് വെറുതെ പറയാ. നിങ്ങൾ പൊക്കിയടാ നിങ്ങൾ ഞാൻ നോക്കാം. ഇവിടെ അത് തിരിച്ചേക്ക്. ഓക്കെ, റെഡിയായി. നാട്ടിൽ നിന്ന് ഇത് മാറ്റണം. ഇത് നാട്ടിന്ന് പറഞ്ഞു. പുള്ളൊക്കെ എന്താ വൃത്തി, ഉള്ളു നല്ല സെറ്റ് അല്ലേ? അത്രയൊക്കെ മതിയാ, പൊടി ഒന്ന് പോയാൽ മതി. ഫുള്ളായിട്ട് കഴിക്കണമെങ്കിൽ സർവീസ് ചെയ്യണം. ഒന്ന് സാറാവും. സാധനം കയറ്റല്ലേ? സാധനം കയറ്റോ? സാധനം കയറ്റും. അതായത് ഈ ഭാഗട്ടോ രണ്ട് ചോക്കും വേണ്ട തലേക്കൂടെ. ക്യാമറമാൻ സാറാണ്, ക്യാമറമാനോനാ. കടന്നട്ടോ. അട്ടത്തിട്ട് അടക്കട്ടാ. ഞാൻ അതിന് ഡോറിൻ്റെ അടക്കുക. അവിടെ വെച്ചാ അടക്കി എടുത്തോ പിടിച്ചോന്നും പറഞ്ഞു പറ്റല്ലോ. നമ്മളെ ഏത് സൈഡിൽ നമ്മൾ വെള്ളം വെച്ചിരുന്നത്? ഈ സൈഡല്ലേ? ആ സൈഡ്. ഞാൻ അങ്ങോട്ട്. ഓക്കെ, ആ മതി. കുറച്ചുകൂടി പോയില്ലേ? എന്തിനാ വരുന്നത്? വേറെ ആവശ്യമുണ്ടോ? ഇനി പോവില്ല, അവിടെ അല്ലെ പൊക്കി വെക്കണം. അങ്ങനെ ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെ, അതിന് അങ്ങോട്ട് പൊക്കി വെക്കേണ്ടി വരും. അവിടെ ഒരു കട്ടിങ് ഇല്ലേ? ഇതുമൊക്കെയോ? ആ അല്ലല്ല, അങ്ങനെ ഇനി പോകൂല അങ്ങോട്ടെന്ന് പറയാ. അങ്ങോട്ട് പോകില്ല, അതാണ്. ഇതുമൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് ഞാൻ കാണിച്ചു തരാം. അതെ, ഇവിടെ വെറുതെ ഉണ്ട്. അപ്പൊ ഈ വെറുതെ റണ്ണിങ്ങില് ഒരു സൗണ്ടാ, അസ്വസ്ഥത, വളരെ അസ്വസ്ഥത. എന്നാ പിന്നെ ബാക്കിയുള്ളൊക്കെ കയറ്റില്ലടാ. ലോഡ് മൊത്തം കയറ്റിട്ടോ, വണ്ടിക്ക് കയറ്റി.
വണ്ടീനെ എടുത്ത സ്ഥലത്തന്നെ കൊണ്ടുപോയിക്കണം, കാർ പോർച്ചിലേക്ക് കൊണ്ടുപോയിട്ടാണ്. ഇപ്പൊ എന്താ ലുക്ക് അല്ലേ? ഉള്ളു കുത്തിരിക്കുമ്പോ അങ്ങോട്ട് സുഖമുണ്ടോ? ഒരു ഫ്രഷ്നെസ് അല്ലേ? ഉണ്ടല്ലേ? വണ്ടി നമ്മള് ലോക്കാക്കാറൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഗേറ്റ് ഒക്കെ അടച്ച് വാടനൊക്കെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് സുഖമാണ്. പിന്നെ അത് മാത്രമല്ല, എന്താ പറയാ, വേറെ എന്തോ ബാറ്ററി ഡൗൺ ആവുന്നുണ്ട്. അതിനിപ്പം ഞാൻ ഒന്നുമില്ല, നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോഴേ ചെറിയൊരു ഇറക്കല്ലേ കാണുന്നത്, ഇറക്കാം. അപ്പൊ ആ ഒരു ഇറക്കത്തിൽ ഒന്നും തല്ല സാധനം കിട്ടും. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഉണ്ടോ, ഞങ്ങൾ യാത്ര ആരംഭിച്ചിട്ട് ഇന്നേക്ക് 103 ദിവസമാണ്. അത് 100 ദിവസം കഴിഞ്ഞു. 100 ദിവസത്തിൻ്റെ അന്നൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറയാൻ വേണ്ടി പറ്റില്ല. 100 ദിവസം 100 കഴിഞ്ഞിട്ട് 101 ഷൂട്ട് ചെയ്തില്ല, 103 ഷൂട്ട് ചെയ്തില്ല, 101 102 ഷൂട്ട് ചെയ്തില്ല, 103 ഇന്നാണ് ഷൂട്ട് ചെയ്യണത്. അപ്പം അതാണ് അന്ന് പറയാഞ്ഞത്. അന്ന് പറയാൻ ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ ഇന്ന് ഓക്കെ സ്കൂളിനായിട്ട് സ്കൂളില്ലാത്തോണ്ടാണ് ജയിച്ചില്ല നമ്മള്. ഇന്ന് വേറെ സംഭവം ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ ടീം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയി. അത് പ്രൈവറ്റ് സ്കൂളുകളുടെ ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ നമ്മളുടെ അനിൽ സാറാണ് ഇവിടുത്തെ കുട്ടികളുടെ കോച്ച്. അപ്പോൾ സാറ് പിള്ളേരെയും കൊണ്ട് രാവിലെ പോയിരുന്നു. രാവിലെ പുലർച്ചെ 5 മണിക്ക് പോയതാണ്. അവരും വിജയിച്ച ഈ എന്താ പറയുക, സെൻറ് മാരിസ് സ്കൂളിലെ എല്ലാ കളിക്കാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പ്രത്യേക അനിൽ സാറിന്, അല്ലേ, അനിൽ സാറിൻ്റെ ഒരു കഷ്ടപ്പാടിൽ നല്ലതുണ്ട് അല്ലടാ. കുട്ടികളോട് ഭയങ്കര ഇഷ്ടം. കുട്ടികൾക്ക് ഇവിടെ വേറെ സംഭവം, കുട്ടികൾ നമ്മളെ നാട്ടിലെ അധ്യാപകരെ കാണുന്ന പോലെ അല്ല. ഞാൻ ഇവരുടെ കൂടെ ടൗണിൽ പോകും, അനിൽ സാറിൻ്റെ കൂടെ നമ്മൾ അല്ലേ ടൗണിൽ പോകുമ്പോഴേ കുട്ടികൾ വന്ന് കുട്ടികൾ വന്ന് കാൽമക്കളുടെ വിഗാണ്. കാണില്ല, കുട്ടികളെ കാണില്ല, ആള് വന്ന് കാൽമക്കുമ്പോഴാണ് ആളെ കാണുന്നത്. നേരെ വന്ന് കുട്ടികൾ കാൽമക്ക് ചെയ്യുക. ഇവർക്ക് തന്നെ അനുഗ്രഹിച്ച് ഇവര് കൊയങ്ങ മാഷന്മാരെ എന്താ അല്ലേ. കാരണം നമ്മളവിടെ ഉള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു ബഹുമാനത്തിൻ്റെ എത്ര ഇരട്ടിയിൽ ഇവർ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ സംഭവം ഉണ്ടായി. ഇപ്പം അടുത്ത് ഇവരുടെ വേറെ സ്കൂള്, ആ സ്കൂളിലെ ഒരു മാഷിൻ്റെ തുടക്ക് ഒരു വെടി വെച്ചു. അതായത് മലയാളി മാഷിൻ്റെ തുടക്ക് കാലിനൊരു വെടിയേറ്റ സംഭവം ഇപ്പം അടുത്ത് 2-3 ദിവസം മുന്നേ. അപ്പോൾ അത് ചിലപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ എന്തെങ്കിലും കുലിശിതമായേക്കാം. ഇതൊക്കെ എടുക്കില്ല നമ്മൾ. ഇതൊക്കെ എടുത്തിട്ട് ഇതെൻ്റെ കയ്യിൽ കൊള്ളു ഫുള്ള്. ഫ്ലാസ്ക് വേണമെങ്കിൽ എടുത്തോളാം. ഈ സാധനം നമ്മുടെ ടോർച്ചാണ്, ഇത് ചാർജ് ചെയ്യണം. പിന്നെ ഇത് നമ്മളുടെ മൈക്കാണ്, ഇതും ചാർജ് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ എടുത്തോളാം. നാളെ നമുക്ക് അനിൽസാറൊക്കെ പറ്റും, എന്നാലും നമുക്ക് നാളത്തെ പ്ലാൻ എന്താ അറിയുള്ളൂ. മനസ്സിലായോ? കടുകും പാടം. പിന്നെ ഗ്രൗണ്ടാണ്, പിള്ളേർ കളിക്കുന്നുണ്ടാവും ചിലപ്പോൾ. ബീഹാറി പിള്ളേർ പോവണേ. ഇപ്പോൾ കുറച്ചും കൂടി ഭാഗം വെട്ടിയല്ലോ. ഇത് പശുവിന് കൊടുക്കാനാ? അപ്പോൾ ഇത് കടുകല്ലേ? തന്നെ, പക്ഷേ ഇത് നമ്മൾ മറ്റുള്ള ഇതിന് ബാധിക്കാണ്ട് എല്ലാം മിക്സാക്കി ചെയ്യുന്നതാണ്. നല്ലതല്ലെങ്കിൽ നിൽക്കില്ല. ഇപ്പം അത് കാണുന്നില്ല, അതാണ് ശരിയായ കടുക്. അതാ അങ്ങനെ പറഞ്ഞ അതിൽ അതവര് പശുവിനൊന്നും കൊടുക്കൂല. ഇത് പശുവിന് കൊടുക്കും. അതിന് അപ്പുറത്തെ പശുവിനെ കൊടുക്കുന്നുണ്ട്. പശുവിന് കൊടുക്കാൻ തന്നെ ഇത് മുറിക്കുന്നു. ഇത് ഗോതമ്പ്. പശുവിന് കൊടുക്കാനാണ് മുറിക്കണേ ഇവര്. ഇപ്പൊ ഇവരിത് കടുകാക്കൂല. കടുക്കാക്കുന്നുണ്ട് കുറേ ആള്. പക്ഷെ പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഇടവള പുല്ലും വരുന്നുണ്ടല്ലോ ഇടക്ക്. പുല്ലുണ്ട്. അപ്പൊ അത് ഇത് പശുവിന് കൊടുക്കൂല്ലേ? അതിനെ ബാധിക്കാണ്ടിരിക്കുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ നിങ്ങൾ നോക്കി എല്ലാവരും സൈഡിലല്ലേ വെച്ചിട്ട്. മറ്റുള്ളത് വരില്ല. അങ്ങനെ അല്ലേ. ഇവിടുത്തെ ചായ ഇട്ടിട്ട് ഞങ്ങൾക്ക് താഴെ നമ്മുടെ സാറിൻ്റെ സ്റ്റുഡൻറ്റ് കൊണ്ടുവന്ന്. പക്ഷേ എങ്കിൽ ഇവരുടെ ചായൻ്റെ ഒരു സംഭവമല്ലോ, ഒരു സാധനം ആടെയുണ്ടല്ലോ ഇവർ സ്പെഷ്യൽ. ഇവരുടെ ചായ കുടിക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നാരങ്ങിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടും അല്ലേ. പക്ഷേ എങ്കിൽ നാരങ്ങ ഇറ്റിച്ചാൽ കട്ടൻ ചായക്ക് കളർ മാറുമെന്ന് പറയാം. പക്ഷെ ഇത് കളറൊന്നും മാറുന്നില്ല. അതിൻ്റെ ഗുട്ടൻസ് അറിയാം, ഞങ്ങൾക്കറിയാം.
അത് നിങ്ങൾ വഴിയെ പറഞ്ഞു കൊടുത്തു. ആ ഞങ്ങൾ വയ്യ പറഞ്ഞു കൊടുക്കാം. കാരണം അത് എനിക്ക് പ്രധാനമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ നമ്മുടെ ഈവനിങ് സ്നാക്സിൻ്റെ കടകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തോ കൊള്ളാമെന്നുണ്ട്. കാരണം അവർക്കത് ഉപകാരപ്പെട്ടെ. പിന്നെ ഈ രുചിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ആ എസൻസ് കൂടാണ്ട് വേറൊരു സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ആണോ? ആണോ? അതെനിക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാം ഞാനവിടെ വല കഴുകിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സോക്സുകളൊക്കെ അവിടെ തിരുമ്പിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഷൂ ഇടേണ്ട അവസ്ഥ ഒന്നുമില്ല. എവിടേക്കല്ലേ ഇറങ്ങുകയാണെങ്കിലേ വരുള്ളൂ. തണുപ്പിൻ്റെ ഭാഗമായിട്ട് ഇനി ഷൂ ഇടേണ്ട കേസൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങൂല്ലേ, ഇനി പ്രശ്നമില്ല. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തണുപ്പേ കിട്ടത്തില്ല, കിട്ടത്തില്ല. അതെ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞു. ഇന്നത്തെ ദിവസം നമ്മൾ രാത്രി വേറെ കാര്യം പറയാനുണ്ട്. നമ്മുടെ എന്താ സാർ അൻസർ സാറെ കളി ഞാനുണ്ടായിരുന്നു. എന്റെ പൊന്നടാവേ കളി തകർത്ത് പറഞ്ഞ അവസാനത്തെ കളി ഞങ്ങള് 2ാമത്തെ ഓവർ ഞങ്ങൾ വിചാരിച്ചു പൊട്ടിയത്. പിന്നെ കാരണം സ്റ്റേജ് സപ്പോർട്ട് മറ്റേ ആ ഗ്രൗണ്ട് സപ്പോർട്ട് എല്ലാരും അവർക്ക് കൊടുത്തു. നമുക്കാരും ഇല്ല. അപ്പോ പിന്നെ അപ്പൊ നമുക്ക് എന്തായി പ്രഷർ കയറിയുമാർക്ക് നമ്മൾ ജയിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ദിവസം കകരി നടന്നത് തന്നെ. കകരി ഇങ്ങനെയായിരുന്നു, നമ്മുടെ സ്കൂളിനെ കുറിച്ച് ഇത്ര പത്തറ്റിക്കായിട്ട് അവർ സംസാരിച്ചു. നിങ്ങൾ കൊള്ളില്ല, പ്രവർത്തന സ്കൂൾ എന്താ കാണിച്ചോണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതായിരുന്നു അവരെ കാണിച്ചോട്ട്. പക്ഷേ അടിച്ച് ജയിച്ച്. അതുപോലെ തന്നെ ഇവിടെ 8 ഓവർ 156 റൺ, 8 ഓവറിൽ നമ്മളെടുത്ത് അമ്മ 101 പൊട്ടിച്ച് അവസാനിച്ചു. 56 റണ്ണിന്. അപ്പൊ ഞങ്ങൾ ആ ഒരു സന്തോഷവേള ട്രോഫി കേട്ടോ. ബാക്കി കേട്ടോ നമ്മളെ എവിടെ അതെല്ലാം പിള്ളേർക്ക് ആഘോഷമല്ലേ, അങ്ങനെ അവരത് കൊണ്ടുപോയാ. അല്ല അത് കുഴപ്പമില്ല. ഏതായാലും ട്രോഫി കാര്യങ്ങളൊക്കെ നാളെ. അപ്പോൾ സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക തണുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ നാളെ വരെ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.